നമസ്കാരം, ഞാൻ ഡോക്ടർ ഉണ്ണിമായ രാജീവ്, ഓംകാർ ആയുർവേദ ഹോസ്പിറ്റൽ തിരുവല്ലയിലെ ഡോക്ടറാണ്. ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ ഈ മഴക്കാലത്ത്. കാരണം വളരെയധികം ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുകൊണ്ട് തന്നെ വളരെയധികം ലഘുവായിട്ടുള്ള ഭക്ഷണം വേണം മഴക്കാലത്ത് കഴിക്കാനായിട്ട്. എളുപ്പം ദഹിക്കാൻ പാകത്തിനുള്ള ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചൂടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതായത് ചെറിയ ചൂടുള്ള വാമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ദഹനശക്തിയെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചൂടോടുകൂടിയുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഈ മഴക്കാലത്ത് ഉൾപ്പെടുത്തുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴങ്ങളും പച്ചക്കറികളിനകത്ത് സീസണൽ ഫ്രൂട്ട്സ് ആണ് കൂടുതലും കഴിക്കേണ്ടത്. സീസണൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് അധികമായിട്ടും കഴിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. കാര്യം വെള്ളം ഈ ഒരു സമയത്ത് കുടിക്കാൻ നമുക്ക് കുറവായിരിക്കും. കാര്യം ഈ സ്വെറ്റിംഗ് അധികം ഇല്ലാത്ത കാരണം, മഴക്കാലമായ കാരണം നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് പൊതുവെ മടിക്കുന്ന, അല്ലെങ്കിൽ വെള്ളം ദാഹം അധികം തോന്നാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെള്ളം നമ്മൾ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലത്തെ മൂത്രച്ചൊടിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം കൂടുതലായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് പാലും പാലുൽപ്പന്നങ്ങളും, പനീർ, പിന്നെ തൈര്, ഇതൊക്കെ കുറച്ച് കഫവർദ്ധകമായിട്ടുള്ള ആഹാരങ്ങളാണ്. അതേപോലെ ചോക്ലേറ്റ്സ്, അതൊക്കെ കുറച്ച് കഫവർദ്ധകമായിട്ടുള്ള ആഹാരമായത് കൊണ്ട് തന്നെ ഈ ആഹാരങ്ങൾ നമ്മൾ കഴിവതും ഈ ഒരു കാലഘട്ടത്തിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. കുറച്ച് ശരീരത്തെ വാമാക്കുന്ന കുറച്ച് ഭക്ഷണം വേണം കഴിക്കാൻ. അതായത് നമ്മുടെ ജീരകം, ഏലക്ക, പിന്നെ സ്പൈസസ്, കറുവപ്പട്ട, ഇതുപോലത്തെ സ്പൈസസ്, മല്ലി, ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ ഇഞ്ചി ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂട് ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കൂടും. പക്ഷേ അതേസമയം ഇത്തരത്തിൽ ഉള്ള സ്പൈസസ് അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ വാമാക്കുക ചെയ്യുന്നത്. ഒരുപാട് ചൂട് കൂട്ടത്തില്ല, അതേസമയം കുറച്ച് വാമാക്കും. അപ്പോൾ ആ വാംനെസ് നമുക്ക് ഇപ്പം കിട്ടുന്നത് നല്ലതായിരിക്കും. ആഹാരത്തിൽ നോൺ വെജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ വെജ് വിഭവങ്ങളിൽ ബീഫ്, പോർക്ക് പോലുള്ള ആഹാരങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കണം. കാര്യം ആ ആഹാരങ്ങൾക്കൊക്കെ കുറച്ചൊരു ഹെവിനെസ് കൂടുതലാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്നിട്ട് അത് ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ചേറെ സമയം വേണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ക്ഷീണം, തളർച്ച ഒക്കെ തോന്നും. നമ്മുടെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ശരീരത്തിനെ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആക്കുന്ന ഒരു ഇതിലേക്ക് നമ്മൾ നയിക്കുകയാണ് ബീഫ്, പോർക്ക് പോലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് അതിൻ്റെ ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അരി, ബാർലി, അതേപോലെ ഓട്സ്, ഇതൊക്കെ വളരെയധികം ലൈറ്റ് ആയിട്ടുള്ള ധാന്യങ്ങളാണ്. പക്ഷേ അതേസമയം നമ്മൾ ഹെവി ആയിട്ടുള്ള ഗോതമ്പ്, റാഗി എന്നിവയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.